കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നു. എത്രയും പെട്ടെന്ന് UDF യോഗം വിളിക്കണമെന്നാണ് ലീഗ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നു മലപ്പുറത്ത് നിന്നും. സ്വാലിഹ്, നിർണായകമാണ് ലീഗിൻ്റെ ഇത്തരമൊരു ഇടപെടൽ. കാരണം 2-3 ദിവസങ്ങളായി കോൺഗ്രസ് 2 ഗ്രൂപ്പായി വിഘടിച്ച് നിന്നുകൊണ്ട് പരസ്പരം പോർവിളി നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഒരു സമവായ ശ്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ലീഗ് ഇടപെടുന്നത്. എന്താണ് ലീഗിൻ്റെ നിലപാടിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? ഹാരി, കഴിഞ്ഞ 2 ദിവസമായി UDF-നകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങളാണ് ലീഗ് ഇപ്പോൾ ഇടപെടാനുള്ള ഒരു സാഹചര്യം. മുസ്ലിം ലീഗ് ഈ അഴിമതി ആരോപണങ്ങളെല്ലാം വന്ന സമയത്ത് തന്നെ മുസ്ലിം ലീഗ് ശക്തമായി കോൺഗ്രസിനൊപ്പം നിന്നിരുന്നു. അതേസമയം ഈ UDF ജാഥ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം, ഘടകകക്ഷികളുടെ പോലും പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന ഒരു ആവശ്യം ലീഗ് UDF-നകത്ത് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത് ജാഥ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ VD സതീശനും കൊടിക്കുന്നിൽ സുരേഷും എല്ലാം 2 വിഭാഗങ്ങളായി നിന്ന് വലിയ തോതിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നടത്തുകയാണ്. ഈ സാഹചര്യത്തിൽ UDF-ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല, ജനങ്ങളെ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം UDF-നുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിക്കണം. അതിനായി ഉടനെ തന്നെ നാളെ തന്നെ UDF വിളിച്ചു ചേർക്കണം, എന്നിട്ട് ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. മുസ്ലിം ലീഗ് UDF-ൽ കോൺഗ്രസ് നേതാക്കളുമായി മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ ജനസമ്പർക്ക പരിപാടിയുമായി മുഖ്യമന്ത്രി മലപ്പുറത്തുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയും കുഞ്ഞാലിക്കുട്ടിയുമായി മറ്റും സംസാരിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി മലപ്പുറത്ത് നിന്ന് മടങ്ങിയിരുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇന്നലെ ചെന്നിത്തലയും അതുപോലെ VD സതീശനും മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ഇവർ തമ്മിലെല്ലാം ഇന്നലെ പലതരത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. ഇതിലൊന്നും ഒരു പരിഹാരമാവാത്ത സാഹചര്യത്തിലാണ് UDF തന്നെ വിളിച്ചു ചേർത്തുകൊണ്ട് നിലവിലെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് UDF-നകത്ത് ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് തന്നെ വെട്ടിലാവുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്. കാരണം ജാഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, KM മാണി ഇത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. UDF-ലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് കോൺഗ്രസിന് നൽകുന്നു. ഇത് പരിഹരിക്കാനാണ് അടിയന്തരമായി UDF വിളിച്ചു ചേർത്ത് അടിയന്തരമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് നിർദ്ദേശിക്കുന്നത്. ഹാരി, സ്വാലിഹ്, 4 വർഷം കോൺഗ്രസിൽ പരസ്യമായ ഗ്രൂപ്പ് വഴക്കുകൾ ഇല്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതിഗതികൾ. കാരണം ഗവൺമെൻറ്റിൻ്റെ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ തെരുവിൽ നിന്നുകൊണ്ട് നേതാക്കൾ പരസ്പരം പോർവിളി നടത്തുകയാണ്. മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പരം പോർവിളി നടത്തുന്നു. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിക്ക് പ്രതിസന്ധി ഉണ്ടായിരുന്നപ്പോഴൊക്കെ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ കണ്ണടച്ച് പിന്തുണച്ചിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, സമവാക്യങ്ങൾ മാറുകയാണ്. ഇന്ന് രാവിലെ VM സുധീരനും രമേശ് ചെന്നിത്തലയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് ഇരുവരും തമ്മിൽ സംസാരിച്ചത്. പുതിയ ധ്രുവീകരണങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കുന്നു. പഴയതുപോലെ ഉമ്മൻചാണ്ടിയെ ഏകപക്ഷീയമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാടിലേക്ക് ലീഗ് ഇനിയും വരാനുള്ള സാധ്യതയുണ്ടോ? അതോ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നോക്കിയായിരിക്കുമോ ലീഗിൻ്റെ നിലപാട്? എത്രയും പെട്ടെന്ന് കോൺഗ്രസിലെ വഴക്കുകൾ ലീഗ് വിചാരിച്ചാൽ തീർക്കാൻ പറ്റുമോ? അതിനുള്ള സാഹചര്യം എത്രത്തോളമുണ്ട്? എന്താണ് അവിടെ നിന്ന് സ്വാലിഹിന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? ഹാരി, ലീഗ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 4 വർഷമായി മുന്നണിക്കകത്ത് ലീഗിന്റെ ഇടപെടലുകളാണ് ലീഗ് വിലയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നണിയെ ഇത്രയും നാൾ അസ്ഥിരപ്പെടുത്തുന്നതോ ദുർബലപ്പെടുത്തുന്നതോ ആയ ഒരു സമീപനം പോലും ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. മറ്റ് ഘടകകക്ഷികൾ പലരും പല സമയത്തും ശക്തമായി ലീഗ് മുന്നണിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. വലിയ വലിയ അഴിമതി കേസുകൾ, ബാർക്കോഴ കേസും സോളാർ കേസും എല്ലാം വന്നപ്പോൾ ഏറ്റവും കൂടുതലായി കോൺഗ്രസിലെ നേതാക്കളും കോൺഗ്രസിലെ മന്ത്രിമാരുമാണ് ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ സമയത്തൊന്നും പരസ്യമായി ഇടപെടുകയോ ഒരാവശ്യം ഉന്നയിക്കുകയോ ചെയ്യാതെ മുന്നോട്ട് പോയതാണ് ലീഗ്. ഈ ഒരു സാഹചര്യമാണ് ലീഗ് ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ 2 ചേരിയായി ഇരുന്ന് പരസ്യമായി ഗ്രൂപ്പ് രംഗത്ത് വരുന്നു. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് ഇത്തരത്തിലൊരു ജാഥ UDF നിശ്ചയിക്കുന്നത്. ഈ ജാഥ എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്ന് ലീഗ് നേതാക്കളിൽ പലരും കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ ഉന്നയിച്ചിരുന്നു. ഇത് പരിഹരിക്കാൻ
ജയിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ലീഗിനുള്ളത്. സ്വാഭാവികമായും മുന്നണി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടണമെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണം. മുന്നണിക്കകത്തല്ല പ്രശ്നങ്ങൾ, പ്രധാനമായും കോൺഗ്രസിനകത്താണ് പ്രശ്നങ്ങൾ. കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാൽ തീരാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. ഇതിന് മുന്നണിയിലെ പ്രബല കക്ഷികളെ കൂടി ഉൾപ്പെടുത്തി, മുന്നണിയിലെ മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തി ഇരുത്തി ചർച്ച ചെയ്താൽ മാത്രമാണ് ഈ പ്രശ്നം ഒരു പരിഹരിക്കാനാവൂ എന്നാണ് ലീഗ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മാരത്തോൺ ചർച്ചകളാണ്. ഇന്നലെ രാത്രിയുമായി UDF-ലെ പ്രമുഖരായ നേതാക്കൾ, കോൺഗ്രസിലെ നേതാക്കൾ, ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ, VD സതീശൻ എല്ലാം മലപ്പുറം ജില്ലയിലുണ്ടായിരുന്നു. ഇവരെല്ലാം ലീഗ് നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഒരു തുടർച്ച എന്നോണമാണ് ലീഗ് ഇങ്ങനെ ഒരു നിലപാടിലെത്തിയത്. സ്വാഭാവികമായും കോൺഗ്രസിനകത്തെ പ്രശ്നം അതല്ലെങ്കിൽ ഇത് മുന്നണിക്കുണ്ടാകുന്ന പ്രശ്നം വളരെ വലുതാണ് എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ലീഗിന്റെ ഇടപെടൽ കൊണ്ട് വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഈ ഒരു വിഷയം ലീഗ് ഇടപെട്ടാൽ എങ്ങനെ പരിഹരിക്കും എന്നത് നമുക്ക് കാത്തിരിഞ്ഞു കാണേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ആന്റണിയുമായി വരെ PK കുഞ്ഞാലിക്കുട്ടി ഫോണിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് UDF വിളിച്ചു ചേർക്കണം എന്ന് ലീഗ് കണിശമായി ആവശ്യപ്പെടുന്നത്. നാളെ തന്നെ വിളിച്ചു ചേർക്കണം എന്ന വളരെ ശക്തമായി തന്നെ ലീഗ് ആവശ്യം മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഹാരി, കോൺഗ്രസിന്റെ ഗ്രൂപ്പ് യുദ്ധത്തിൽ മുസ്ലിം ലീഗ് ഇടപെടുന്നു. അടിയന്തരമായി നാളെ തന്നെ UDF വിളിച്ചു ചേർത്ത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് ലീഗിന്റെ ആവശ്യം. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്നും സ്വാലി.